ചൂട്ടാള അംഗൻവാടി അവസ്ഥ കണ്ട ഇതാണ് അവസ്ഥ. ഇത് കാണിച്ചു കൊടുത്ത ഏതൊരു കുട്ടികളുടെയും ആദ്യം വിദ്യാലയം എന്നറിയുന്നത് അംഗനവാടി തന്നെയാണ്. എന്നാൽ എൻ്റെ നാട്ടിലും ഒരു അംഗനവാടിയുണ്ട്. അതിൻ്റെ കഥ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തത്രയും ദുഷ്കരമാണ്. മാടായി പഞ്ചായത്തിലെ 17-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ അംഗനവാടിയുടെ അവസ്ഥയാണ് ഈ കാട്ടുന്നത്. കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും അത് വിനിയോഗിക്കാനുള്ള സ്ഥലം ഇല്ലാത്തതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ച. സ്വന്തമായി നല്ലൊരു കെട്ടിടം വേണം എന്നുള്ള ആവശ്യം ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ളതാണ്. എന്നാൽ ഇന്ന് വരെ അത് സാധിച്ചിട്ടില്ല എന്നാണ് നേർക്കാഴ്ച. കാലാവസ്ഥ ശക്തമായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണം പോലും ഇവിടെ നിന്നും പാചകം ചെയ്യാൻ സാധിക്കില്ല. ബിൽഡിങ്ങിൻ്റെ ചോർച്ച കാരണം. ബിൽഡിങ്ങിനാണെങ്കിൽ കാലം ഒരുപാട് പഴക്കം ഉണ്ട്. പൈപ്പ് വെള്ളമില്ല, ജപ്പാൻ വെള്ളം വരുന്നത് എടുത്ത് വെക്കുന്നത്, കിണർ വെള്ളം ഉപയോഗിക്കാനേ പറ്റില്ല. അപ്പോൾ കുട്ടികൾക്ക് ബാത്റൂമിൽ പോയാൽ പൈപ്പ് തിരിച്ച് വെള്ളം എടുക്കാൻ പറ്റാത്തതുകൊണ്ടില്ല ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കോരി എടുത്ത് വെച്ചാലേ ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പൈപ്പ് വെള്ളം അത്യാവശ്യമാണ്. ജപ്പാൻ വെള്ളം ഇപ്പോൾ ഒന്നരാട് അങ്ങനെയൊക്കെയല്ലേ വരുന്നത്. അങ്ങനെ വെള്ളം ഇല്ലെങ്കിൽ അതും ബുദ്ധിമുട്ടല്ലേ. അന്നേരം അംഗനവാടിയുടെ കാഴ്ച എല്ലാവരും കണ്ടല്ലോ, അഭിപ്രായം ടീച്ചർ പറയുന്നതും കേട്ടല്ലോ. ഇതൊക്കെയാണ് ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. നമ്മുടെ നാട്ടിന്, നമ്മുടെ മക്കൾക്ക് പഠിച്ച് വളരാൻ വേണ്ടി നല്ലൊരു അംഗനവാടി നിർമ്മിച്ചു കൊടുക്കലാണ് ഇപ്പോഴത്തെ നമ്മളെ ദൗത്യം. കല്ലാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് ഏറ്റവും മികച്ച സ്മാർട്ട് അംഗനവാടി എന്നുള്ള നാമം തന്നെ ഞങ്ങളുടെ നാട്ടിലെ അംഗനവാടിക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ നാട്ടുകാരുടെ സഹകരണവും സഹായവും തീർച്ചയായും ഇതിന് വേണം.